അവിടെ നിന്ന് ഒരു സെക്യൂരിറ്റി പോലും ഉണ്ടായിരുന്നില്ല, കാവൽക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ബോധപൂർവം ചെയ്തതാണെന്നാണ് പ്രസംഗത്തിൽ പറയുന്നത്. അല്ല, ഇതെല്ലാം കാണുന്നത് പറയുന്നത് തന്നെയല്ലേ. അതില് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, വീടാക്രമിച്ച കേസിൽ ഞങ്ങളല്ല എന്ന് പറഞ്ഞപ്പോ, പ്രതികളെ പിടിച്ചപ്പോ അവരെല്ലാം CPM-ന്റെയും DYFI-യുടെയും പ്രവർത്തകരാണല്ലോ. അത് പയ്യന്നൂരിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമല്ലേ. അപ്പൊ ഈ കുറ്റകൃത്യങ്ങളെല്ലാം സംഘടിപ്പിക്കുകയും അത് മറ്റുള്ളവരുടെ മേലെ ചാരാനുള്ള ശ്രമം, മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്ന ഒരു രീതി കുറെ കാലമായി CPM നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ തുടർച്ച തന്നെയാണ് ഇതും. ഷെഡ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഷെഡ് മാത്രമല്ല, അതിൽ നിറയെ തീറ്റിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ കുറെ യന്ത്രസാമഗ്രികൾ ഉണ്ടായിരുന്നു. ഈ ചെമ്മീൻ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഉപകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാമാണ് തീവെച്ച് നശിപ്പിച്ചത്, കേവലം ഒരു ഷെഡ് മാത്രമല്ല. അപ്പൊ വലിയ നിലയിൽ സാമ്പത്തിക നഷ്ടം അതിന്റെ ഭാഗമായി സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ഇതൊരു ഷെഡ് മാത്രം എന്ന നിലയിൽ ചുരുക്കി കാണാനാണ് CPM നേതൃത്വം ശ്രമിക്കുന്നത്. അത് ശരിയല്ല എന്നതാണ് അതേക്കുറിച്ച് പറയാൻ. ഇതെല്ലാം ഇതിനപ്പുറം വേണമെങ്കിൽ ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ പാർട്ടി ചെയ്തിട്ടില്ല എന്നുള്ള തരത്തിലാണ് സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും മറുപടി. തെരഞ്ഞെടുപ്പ് സമയത്ത് 22ഓളം കേസുകൾ പയ്യന്നൂരിലുണ്ടായിരുന്നു. അതില് ഒരു കേസാണ് LDF-മായി ബന്ധപ്പെട്ട് അവർക്കെതിരെ നമ്മൾ ചെയ്തു എന്ന നിലയിൽ വന്നത്. ബാക്കി എല്ലാ കേസും ഞങ്ങൾക്കെതിരെ ഉള്ള ആക്രമണമാണ്. കേരളത്തിലെ LDF ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അതില് ഒരു സംഭവത്തിലൊഴികെ, ടി പുരുഷോത്തമന്റെ വീട് ആക്രമിക്കുകയും കാറ് കത്തിക്കുകയും ചെയ്ത സംഭവത്തിലൊഴികെ മറ്റൊന്നിലും പ്രതികളെ പിടിച്ചിരുന്നില്ല. അപ്പൊ അന്ന് LDF ആ പ്രതികളെ സംരക്ഷിക്കുകയായിരുന്നു എന്ന് പരോക്ഷമായി ഇപ്പൊ അവര് സമ്മതിക്കുകയല്ലേ ചെയ്യുന്നത്. ഇന്ന് DYSP ഓഫീസ് മാർച്ച് നടത്തിയപ്പോ 3 കേസ് അന്വേഷണത്തെ കുറിച്ചാണ് അവര് പറഞ്ഞത്. അപ്പൊ അതിൽ ഒന്ന് വെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി മെമ്പർ VK കൃഷ്ണന്റെ വീട്ടിൽ ചെടിച്ചട്ടി തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിലെ പ്രതികളെ ഇപ്പൊ പിടിച്ചിട്ടുണ്ട്. അന്ന് വെള്ളൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി നൽകിയ ഒരു ബൈറ്റ് ഇപ്പോഴും എന്റെ മൊബൈലിലുണ്ട്. നിങ്ങൾക്കെല്ലാം അത് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അതിൽ പറഞ്ഞത് P. കുഞ്ഞികൃഷ്ണൻ നേതൃത്വം കൊടുത്ത് നടത്തിയ അക്രമമാണ് ഇത് എന്നതാണ് ലോക്കൽ സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യം. അപ്പൊ പ്രതിയെ ഇപ്പൊ കണ്ടെത്തിയിട്ടുണ്ട്. ആ പഴയ പല്ലവി അവരാവർത്തിക്കുന്നുണ്ടോ എന്ന് പറയാൻ സാധിക്കില്ല. കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുമ്പോ പുരുഷോത്തമന്റെ വീട് ആക്രമിച്ചപ്പോ ഇതിൽ CPM-ന് ഒരു പങ്കുമില്ല എന്ന് ഏരിയ സെക്രട്ടറി അന്ന് പ്രസ് റിലീസ് ഇറക്കിയതാണ്. പക്ഷെ പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തപ്പോ അവരെ പോലീസ് സ്റ്റേഷനിൽ പോയി മുദ്രാവാക്യം വിളിച്ച് റിമാൻഡ് ചെയ്തപ്പോ ജയിലിലേക്ക് അയക്കാൻ CPM ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ആളുകൾ പോയത്. ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോ വീരോചിതമായ വരവേൽപ്പാണ് CPM പയ്യന്നൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. അപ്പൊ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യപ്പോ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയുമാണ് ഉണ്ടായത് എന്നത് അതിലൂടെ പയ്യന്നൂരിന് ബോധ്യപ്പെട്ട ഒരു സംഗതിയാണ്. കള്ളൻ കപ്പലിൽ തന്നെയാണെങ്കിൽ കള്ളനെ പിടിക്കണം. അപ്പൊ ആ നിലയിൽ പിടിക്കുന്നതിന് ആരാ തടസ്സമുള്ളത്? അപ്പൊ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. അപ്പൊ കഴിഞ്ഞ ജനുവരി 26-നാണ് എന്റെ വീട്ടിനടുത്ത് എന്റെ കൂടെ പ്രവർത്തിച്ച പ്രസന്നന്റെ ബൈക്ക് എത്തിച്ചത്.
ആ ജനുവരി 26 കഴിഞ്ഞ് എത്ര മാസം LDF കേരളത്തിലുണ്ടായിരുന്നു? ഇപ്പൊ ആ കേസ് ഉൾപ്പെടെ അന്വേഷിക്കണം എന്നാണ് LDF ആവശ്യപ്പെടുന്നത്. എന്ത് LDF കേരളത്തിൽ അധികാരത്തിൽ ഉണ്ടായപ്പോ ആ കേസ് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്താൻ സന്നദ്ധായില്ല? നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം മുതൽ അതല്ലെങ്കിൽ അതിന് മുമ്പ് മുതൽ തന്നെ പയ്യന്നൂരിൽ വ്യാപകമായ അക്രമങ്ങളാണ് LDFന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. തിരിച്ച് ഒരു അക്രമ സംഭവങ്ങളും പയ്യന്നൂരിൽ ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായി എന്ന് അവര് പറയുന്നത് ഈ VK കൃഷ്ണന്റെ ചെടിച്ചട്ടി പൊട്ടിച്ചതാ. അതിൽ പ്രതിയെ ഇപ്പൊ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി ഏതായാലും ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആരുമല്ല. അപ്പൊ ഈ നിലയിൽ വീണ്ടും അക്രമങ്ങൾക്ക് കോപ്പ് കൂട്ടാനാണ് LDF ശ്രമിക്കുന്നത് എന്നതാണ് ഇന്നത്തെ DYSP ആഫീസ് മാർച്ചിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് ഉത്തേജനം നൽകുന്ന വിധത്തിലുള്ള പ്രസംഗമാണ് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പയ്യന്നൂരിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ എല്ലാവരുടെയും സഹായം ഉണ്ടാകണം എന്ന അഭ്യർത്ഥനയാണ് MLA എന്ന നിലയിൽ എനിക്ക് നടത്താനുള്ളത്. പിന്തുണ കുറവുണ്ടോ? ഒരു പിന്തുണ കുറവില്ല. ഞാൻ UDF അല്ല. ഞാൻ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഞാൻ സ്വതന്ത്രനാണ്. തെരഞ്ഞെടുപ്പിൽ UDF എന്നെ പിന്തുണക്കാൻ തയ്യാറായി. ആ പിന്തുണ കൂടി ഉള്ളത് കൊണ്ടാണ് ഇവിടെ ജയിക്കാൻ സാധിച്ചത്. UDFന്റെ പിന്തുണ വന്നത് മാത്രം ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലമല്ലല്ലോ പയ്യന്നൂര്. അപ്പൊ UDFന്റെ പിന്തുണയും വിജയത്തിനൊരു കാരണമാണ്. CPM-നകത്ത് നിന്ന് വലിയ തോതിലുള്ള വോട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നിഷ്പക്ഷമതികളായ നിരവധി ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നും ചേർന്നതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പയ്യന്നൂരിലെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് UDF അല്ലാത്തത് കൊണ്ട് UDF ആ നിലയിൽ ഒരു നേരിട്ട് ഇടപെടേണ്ട ഒരു വിഷയമില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ. അതുകൊണ്ട് അവര് ഇടപെടാത്തത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ പുരുഷോത്തമനെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്? കാരണം അദ്ദേഹത്തിന്റെ വീട് ആക്രമിക്കുന്നു, ചെമ്മീൻകെട്ട് ആക്രമിക്കുന്നു, നിരന്തരമായി അദ്ദേഹത്തിനെതിരെ പ്രചരണങ്ങൾ നടത്തുന്നു. അതിന് മുൻ MLA തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. അയാള് മാധ്യമങ്ങൾക്ക്, LDFന്റെ നേതൃത്വത്തിൽ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു ബൈറ്റ് ഉണ്ട്. ആ ബൈറ്റിൽ ടി പുരുഷോത്തമനെതിരായി വലിയ നിലയിലുള്ള കടന്നാക്രമണമാണ് നടത്തിയത്. CPM-നെ തകർക്കാൻ ശ്രമിക്കുന്നയാളാണ് ടി പുരുഷോത്തമൻ എന്നതാണ് അതിൽ നിരന്തരമായി മുൻ MLA പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് അയാളെ കടന്നാക്രമിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നതാണ് ഞാൻ കരുതുന്നത്. താങ്കൾ ഈ വക്കീൽ നോട്ടീസിന് മറുപടി അയച്ചോ? വക്കീൽ നോട്ടീസിന് മറുപടി അയച്ചിട്ടുണ്ട്. അയക്കാൻ വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? ഈ ടി മധുസൂദൻ പറയുന്ന കാര്യങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി കൊടുത്തിരിക്കുന്നത്? അല്ല, ഞാൻ എഴുതിയ പുസ്തകം, ഞാൻ പ്രസിദ്ധീകരിച്ച പുസ്തകം അയാൾക്ക് മാനഹാനി ഉണ്ടാക്കിയതാണ് എന്നാണ് വക്കീൽ നോട്ടീസ്. വേറെ ഒന്നുമില്ല. ഞാൻ എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അയാൾക്ക് മാനഹാനി ഉണ്ടാക്കി എന്നതാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത്. അപ്പൊ അയാളുടെ ആക്ഷേപങ്ങളെല്ലാം ഞാൻ തള്ളിക്കൊണ്ടുള്ളതാണ്, നിരസിച്ചുകൊണ്ടുള്ളതാണ് എന്റെ മറുപടി. ഈ നേരത്തെ പുറത്ത് പറയാതിരുന്ന കണക്കുകൾ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം ആരും തന്നെ പറയാൻ തയ്യാറായ കണക്കുകൾ ഉൾപ്പെടെ ഈ വക്കീൽ നോട്ടീസിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുന്നു. സ്വാഭാവികമായിട്ടും താങ്കൾ ഉന്നയിച്ച കണക്കും താങ്കൾക്ക് ലഭിച്ച വക്കീൽ നോട്ടീസിലെ കണക്കും തമ്മിൽ ഒത്തുപോകുന്നതാണോ, അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അല്ല, അതെല്ലാം നമുക്ക് തുടർന്നും ചർച്ച ചെയ്യാം. ഒത്തുപോകുന്നതല്ല, ഒത്തുപോകുന്നതാണ് എന്ന് വരുത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഒത്തുപോകുന്നതല്ല. കുറച്ചുകൂടി പുതിയ കണക്കാണ് ഇപ്പോൾ ഈ വക്കീൽ നോട്ടീസിന്റെ ഭാഗമായിട്ട് താങ്കൾക്ക് അയച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. ഒറ്റ പരിശോധനയിൽ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത് ന്യായീകരിക്കാൻ വേണ്ടി കുറച്ചുകൂടി ഇതിനകത്ത് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട്. അല്ല, ഞാൻ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതിലുണ്ട്. കാരണം 2017 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ഏരിയ കമ്മിറ്റി ആഫീസിന്റെ ചെലവ് 2017 ഡിസംബർ 8, 9 തീയതികളിൽ കരിവള്ളൂരിൽ വെച്ച് നടന്ന പാർട്ടി ഏരിയ സമ്മേളന റിപ്പോർട്ടിൽ
ഉൾക്കൊള്ളിച്ച് ചെലവ് കണക്ക് അവതരിപ്പിച്ചതാണ്. ഇതേ ടി.ഐ. മൻസൂർ തന്നെയാണ് ആ കണക്ക് സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത് 2017 ഡിസംബറിൽ. ആ ചെലവിൽ പിന്നെ എങ്ങനെയാ കൂടുക? 2017 ജനുവരിയിലാണ് ഉദ്ഘാടനം, 2017 ഡിസംബറിലാണ് സമ്മേളനം. ആ സമ്മേളനത്തിൽ അവതരിപ്പിച്ച കണക്കിനേക്കാൾ ചെലവ് എങ്ങനെയാ കൂടുക പിന്നീട്? അത് ഇതുവരെ ആർക്കും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ആ നിലയിലാണ് ഇപ്പൊ വക്കീൽ നോട്ടീസിലുള്ള കണക്ക്. ഇപ്പൊ നിലവിൽ വക്കീൽ നോട്ടീസിന്റെ ഭാഗമായി വന്ന കണക്ക് ഇപ്പോൾ പുതുതായി ഉണ്ടാക്കിയ ഒരു കണക്കാണ്. പുതുതായി ഉണ്ടാക്കി ഏരിയ കമ്മിറ്റിയിൽ അവതരിപ്പിച്ച കണക്കാണ്. പക്ഷെ ഏരിയ കമ്മിറ്റി അത് അംഗീകരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് 22ഓളം കേസുകൾ പയ്യന്നൂരിലുണ്ടായിരുന്നു. അതില് ഒരു കേസാണ് LDF-മായി ബന്ധപ്പെട്ട് അവർക്കെതിരെ നമ്മൾ ചെയ്തു എന്ന നിലയിൽ വന്നത്. ബാക്കി എല്ലാ കേസും ഞങ്ങൾക്കെതിരെ ഉള്ള ആക്രമണമാണ്. കേരളത്തിൽ LDF ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അതില് ഒരു സംഭവത്തിലൊഴികെ ടി പുരുഷോത്തമന്റെ വീട് ആക്രമിക്കുകയും കാറ് കത്തിക്കുകയും ചെയ്ത സംഭവത്തിലൊഴികെ മറ്റൊന്നിലും പ്രതികളെ പിടിച്ചിരുന്നില്ല. അപ്പൊ അന്ന് LDF ആ പ്രതികളെ സംരക്ഷിക്കുകയായിരുന്നു എന്ന് പരോക്ഷമായി ഇപ്പൊ അവര് സമ്മതിക്കുകയല്ലേ ചെയ്യുന്നത്. ഇന്ന് DYSP ഓഫീസ് മാർച്ച് നടത്തിയപ്പോ 3 കേസ് അന്വേഷണത്തെ കുറിച്ചാണ് അവര് പറഞ്ഞത്. അപ്പൊ അതിൽ ഒന്ന് വെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി മെമ്പർ VK കൃഷ്ണന്റെ വീട്ടിൽ ചെടിച്ചട്ടി തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിലെ പ്രതികളെ ഇപ്പൊ പിടിച്ചിട്ടുണ്ട്. അന്ന് വെള്ളൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി നൽകിയ ഒരു ബൈറ്റ് ഇപ്പോഴും എന്റെ മൊബൈലിലുണ്ട്. നിങ്ങൾക്കെല്ലാം അത് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അതിൽ പറഞ്ഞത് പി കുഞ്ഞികൃഷ്ണൻ നേതൃത്വം കൊടുത്ത് നടത്തിയ അക്രമമാണ് ഇത് എന്നതാണ് ലോക്കൽ സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യം. അപ്പൊ പ്രതിയെ ഇപ്പൊ കണ്ടെത്തിയിട്ടുണ്ട്. ആ പഴയ പല്ലവി അവരാവർത്തിക്കുന്നുണ്ടോ എന്ന് പറയാൻ സാധിക്കില്ല. കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുമ്പോ പുരുഷോത്തമന്റെ വീട് ആക്രമിച്ചപ്പോ ഇതിൽ CPM-ന് ഒരു പങ്കുമില്ല എന്ന് ഏരിയ സെക്രട്ടറി അന്ന് പ്രസ് റിലീസ് ഇറക്കിയതാണ്. പക്ഷെ പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തപ്പോ അവരെ പോലീസ് സ്റ്റേഷനിൽ പോയി മുദ്രാവാക്യം വിളിച്ച് റിമാൻഡ് ചെയ്തപ്പോ ജയിലിലേക്ക് അയക്കാൻ CPM ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ആളുകൾ പോയത്. ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോ വീരോചിതമായ വരവേൽപ്പാണ് CPM പയ്യന്നൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. അപ്പൊ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യപ്പോ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയുമാണ് ഉണ്ടായത് എന്നത് അതിലൂടെ പയ്യന്നൂരിന് ബോധ്യപ്പെട്ട ഒരു സംഗതിയാണ്. കള്ളൻ കപ്പലിൽ തന്നെയാണെങ്കിൽ കള്ളനെ പിടിക്കണം. അപ്പൊ ആ നിലയിൽ പിടിക്കുന്നതിന് ആരാ തടസ്സമുള്ളത്? അപ്പൊ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. അപ്പൊ കഴിഞ്ഞ ജനുവരി 26-നാണ് എന്റെ വീട്ടിനടുത്ത് എന്റെ കൂടെ പ്രവർത്തിച്ച പ്രസന്നന്റെ ബൈക്ക് എത്തിച്ചത്. ആ ജനുവരി 26 കഴിഞ്ഞ് എത്ര മാസം LDF കേരളത്തിലുണ്ടായിരുന്നു? ഇപ്പൊ ആ കേസ് ഉൾപ്പെടെ അന്വേഷിക്കണം എന്നാണ് LDF ആവശ്യപ്പെടുന്നത്. എന്ത് LDF കേരളത്തിൽ അധികാരത്തിൽ ഉണ്ടായപ്പോ ആ കേസ് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്താൻ സന്നദ്ധായില്ല? നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച
ദിവസം മുതൽ അതല്ലെങ്കിൽ അതിന് മുമ്പ് മുതൽ തന്നെ പയ്യന്നൂരിൽ വ്യാപകമായ അക്രമങ്ങളാണ് LDF-ന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. തിരിച്ച് ഒരു അക്രമ സംഭവങ്ങളും പയ്യന്നൂരിൽ ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായി എന്ന് അവര് പറയുന്നത് ഈ VK കൃഷ്ണന്റെ ചെടിച്ചട്ടി പൊട്ടിച്ചതാ. അതിൽ പ്രതിയെ ഇപ്പൊ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി ഏതായാലും ഞങ്ങൾ കൂട്ടത്തിൽപ്പെട്ട ആരുമല്ല. അപ്പൊ ഈ നിലയിൽ വീണ്ടും അക്രമങ്ങൾക്ക് കോപ്പ് കൂട്ടാനാണ് LDF ശ്രമിക്കുന്നത് എന്നതാണ് ഇന്നത്തെ DYSP ആർട്ടിസം മാർച്ചിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് ഉത്തേജനം നൽകുന്ന വിധത്തിലുള്ള പ്രസംഗമാണ് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പയ്യന്നൂരിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ എല്ലാവരുടെയും സഹായം ഉണ്ടാകണം എന്ന അഭ്യർത്ഥനയാണ് MLA എന്ന നിലയിൽ എനിക്ക് നടത്താനുള്ളത്. വിശദീകരിക്കാൻ സമയമുണ്ടായില്ല എന്നാ. ബാക്കി എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടില്ലേ? അപ്പൊ വിശദീകരിക്കാൻ എത്ര സമയം വേണ്ടി വരിക? അപ്പൊ സമയമില്ലാത്തത് കൊണ്ടല്ല, സംരക്ഷിക്കാൻ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം. തെരഞ്ഞെടുപ്പിന് ശേഷം എന്തായി അവസ്ഥ? അതെല്ലാം ഈ പയ്യന്നൂരിലെയും കേരളത്തിലെയും ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോ വളരെ ബോധപൂർവം തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാനുള്ള സമീപനമാണ് CPM നേതൃത്വം നടത്തിയിരുന്നത് എന്നതാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ റിവ്യൂവിന്റെ ഭാഗമായി തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പിശക് പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിക്കാൻ സന്നദ്ധമായി പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിയും അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷെ തിരുത്തലിനുള്ള ഒരു ശ്രമം, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തണ്ടേ? ആ തെറ്റ് തിരുത്താനുള്ള ഒരു പരിശ്രമവും അതിനുശേഷം ഉണ്ടായിട്ടില്ല എന്നാണ് അനുഭവത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം കാണുന്നത് പറയുന്നത് തന്നെയല്ലേ. അതില് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, വീടാക്രമിച്ച കേസിൽ ഞങ്ങളല്ല എന്ന് പറഞ്ഞപ്പോ പ്രതികളെ പിടിച്ചപ്പോ അവരെല്ലാം CPM-ന്റെയും DYFI-യുടെയും പ്രവർത്തകരാണല്ലോ. അത് പയ്യന്നൂരിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമല്ലേ. അപ്പൊ ഈ കുറ്റകൃത്യങ്ങളെല്ലാം സംഘടിപ്പിക്കുകയും അത് മറ്റുള്ളവരുടെ മേലെ ചാരാനുള്ള ശ്രമം, മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്ന ഒരു രീതി കുറെ കാലമായി CPM നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ തുടർച്ച തന്നെയാണ് ഇതും. ഷെഡ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഷെഡ് മാത്രമല്ല, അതിൽ നിറയെ തീറ്റയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ കുറെ യന്ത്രസാമഗ്രികൾ ഉണ്ടായിരുന്നു. ഈ ചെമ്മീൻ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഉപകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാമാണ് തീവെച്ച് നശിപ്പിച്ചത്, കേവലം ഒരു ഷെഡ് മാത്രമല്ല. അപ്പൊ വലിയ നിലയിൽ സാമ്പത്തിക നഷ്ടം അതിന്റെ ഭാഗമായി സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ഒരു ഷെഡ് മാത്രം എന്ന നിലയിൽ ചുരുക്കി കാണാനാണ് CPM നേതൃത്വം ശ്രമിക്കുന്നത്. അത് ശരിയല്ല എന്നതാണ് അതേക്കുറിച്ച് പറയാൻ. ഞാൻ UDF അല്ല. ഞാൻ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഞാൻ സ്വതന്ത്രനാണ്. തെരഞ്ഞെടുപ്പിൽ UDF എന്നെ പിന്തുണക്കാൻ തയ്യാറായി. ആ പിന്തുണ കൂടി ഉള്ളത് കൊണ്ടാണ് ഇവിടെ ജയിക്കാൻ സാധിച്ചത്. UDF-ന്റെ പിന്തുണ വന്നത് മാത്രം ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലമല്ലല്ലോ പയ്യന്നൂര്. അപ്പൊ UDF-ന്റെ പിന്തുണയും വിജയത്തിനൊരു കാരണമാണ്. CPM-നകത്ത് നിന്ന് വലിയ തോതിലുള്ള വോട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നിഷ്പക്ഷമതികളായ നിരവധി ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നും ചേർന്നതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പയ്യന്നൂരിലെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് UDF അല്ലാത്തത് കൊണ്ട്, UDF ആ നിലയിൽ ഒരു നേരിട്ട് ഇടപെടേണ്ട ഒരു വിഷയമില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ. അതുകൊണ്ട് അവര് ഇടപെടാത്തത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ പുരുഷോത്തമനെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്? കാരണം അദ്ദേഹത്തിന്റെ വീട് ആക്രമിക്കുന്നു, ചെമ്മീൻ ആക്രമിക്കുന്നു, നിരന്തരമായി അദ്ദേഹത്തിനെതിരെ പ്രചരണങ്ങൾ നടത്തുന്നു. അതിന് മുൻ MLA തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. അയാള് മാധ്യമങ്ങൾക്ക്, LDF-ന്റെ നേതൃത്വത്തിൽ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു ബൈറ്റ് ഉണ്ട്. ആ ബൈറ്റിൽ ടി പുരുഷോത്തമനെതിരായി വലിയ നിലയിലുള്ള കടന്നാക്രമണമാണ് നടത്തിയത്.